Hello and welcome back to our channel. So, ഇന്ന് നമുക്ക് സർവേയിങ്ങിൻ്റെ ഫോർത്ത് പാർട്ട് ഓഫ് ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. ഇന്ന് സർവേയുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് തിയോഡലൈറ്റ്, ടാക്യോമെട്രി ആൻഡ് കർവ്സ് ആണ്. അതോടുകൂടി സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ഫോർമുലാസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം മാക്സിമം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹോപ്പ് വി കുഡ് ഡു ദാറ്റ്. സോ ഇതുപോലെ ബാക്കി സബ്ജക്ട്സും എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം നിങ്ങളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. സോ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമുക്ക് തിയോഡലൈറ്റ് ആണ് നോക്കാനുള്ളത്. തിയോഡലൈറ്റ് is also known as a universal instrument. Theodolite in which line of sight can be reversed by rotating the telescope by 180 degrees with the vertical plane about its horizontal axis is a transit theodolite. Line of sights reverse ചെയ്യാൻ പറ്റുന്ന type of theodolite ആണ് transit theodolite. Otherwise it is called as a non-transit theodolite. Vernier theodolite has a least count of 20 seconds. Micrometer theodolite or optical theodolite or micro-optical theodolite has an accuracy of 1 second. Electronic theodolite has a least count of 0.5 to 1 second. Vertical circle is mounted on the Trunnion axis of telescope. When line of collimation is horizontal, vertical circle will read 0. For reading vertical circle, two verniers having an accuracy of 20 seconds are fitted to the index frame or the vernier frame. Index frame is also known as T frame. ഇൻഡെക്സ് ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ ലെഗിനെയാണ് ഇൻഡെക്സ് ആം എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ലെഗിനെയാണ് ക്ലിപ്പിംഗ് ആം എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഫ്രെയിം ആൻഡ് വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് ആർ അറ്റാച്ച്ഡ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓർ എ ഫ്രെയിം. ഇനി ലെവലിംഗ് ഹെഡ് കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ ട്രയാങ്കുലർ പ്ലേറ്റ്സ് നോൺ ആസ് ട്രൈബാക്ക് പ്ലേറ്റ്സ്. ഔട്ടർ സ്പിൻഡിൽ ആൻഡ് ഇന്നർ സ്പിൻഡിൽ മസ്റ്റ് ബി കോആക്സിയൽ. ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ പ്ലേറ്റ് ഔട്ടർ സ്പിൻഡിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ലോവർ പ്ലേറ്റ് അപ്പർ ട്രൈബാക്ക് പ്ലേറ്റിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. Size of the theodolite is represented by diameter of the lower plate. Size of theodolite varies from 8 to 12 cm generally. അപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ വെർണിയർ പ്ലേറ്റ് ഇന്നർ സ്പിൻഡിലോട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊക്കെയാണ് ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. പ്ലംബർ വാസ് സസ്പെൻഡഡ് ഫ്രം ബോട്ടം ഓഫ് ദ ട്രിവറ്റ്, അതായത് ലോവർ പ്ലേറ്റ്, ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ സെൻറ്ററിങ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് വേർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ അസിമുത്ത് ആക്സിസിന് എബൌട്ടായിട്ടായിരിക്കും. വേർട്ടിക്കൽ പ്ലെയിനിൽ ടെലിസ്കോപ്പും വേർട്ടിക്കൽ സർക്കിളും ട്രണിയൻ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ടായിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ക്രോസ് ഹെയർസും ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെയും പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനെയാണ് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. Straight line tangential to the longitudinal curve of bubble tube at its center is called as axis of bubble tube or bubble line. ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Plate levels are placed at right angles on the upper surface of the vernier plate. Plate levels നമ്മൾ യൂസ് ചെയ്യുന്നത് to make the vertical axis of the instrument truly vertical. Altitude level is attached on the top of the index frame. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് to check the horizontality of axis of telescope. Bubble tube mounted parallel to the Trunnion axis to check the horizontality of the axis ആണ് striding level. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് to make the horizontal axis of the instrument perpendicular to the vertical axis. ഇനി തിയോഡലൈറ്റിലുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ അപ്പർ ക്ലാമ്പാണ് ടൈറ്റ്ലി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റ്സ്, അതായത് അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും തമ്മിലൊരു റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. ദെയർ ബൈ ആംഗിൾസ് ഡു നോട്ട് ചേഞ്ച്. ഇനി അപ്പർ ക്ലാമ്പ് ഫിക്സ് ചെയ്ത് നമ്മൾ ലോവർ ക്ലാമ്പ് യൂസ് ചെയ്താൽ ആംഗിൾസ് ചേഞ്ച് ചെയ്യാതെ, അതായത് റീഡിങ്സ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ടെലിസ്കോപ്പിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. Process of keeping instrument exactly above the known ground point is known as centering. ട്രാൻസിറ്റിംഗ്, പ്ലഞ്ചിങ് ഓർ റിവേഴ്സിംഗ് എന്ന് പറയുന്നത് ടെലിസ്കോപ്പിന് അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ ട്രണിയൻ ആക്സിസിന് എബൌട്ടായിട്ട് 180 ഡിഗ്രി ടേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്.
അതുപോലെ ടെലിസ്കോപ്പിന് അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ടായിട്ട് 180 ഡിഗ്രി ടേൺ ചെയ്യുന്ന പ്രോസസ്സാണ് സ്വിങ്ങിങ്. ടേണിംഗ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് റൈറ്റ് സ്വിങ്ങും, ടേണിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ലെഫ്റ്റ് സ്വിങ്ങും. Observations of the angles: if the face of the vertical circle is to the left of the observer ആണെങ്കിൽ it is called as face left observation. Vertical circle right of the observer ആണെങ്കിൽ it is face right observation. ഫേസ് ലെഫ്റ്റ് ആൻഡ് ബബിൾ അപ്പിനെയാണ് ടെലിസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഫേസ് റൈറ്റ് ആൻഡ് ബബിൾ ഡൗണിനെയാണ് നമ്മൾ ടെലിസ്കോപ്പ് ഇൻവേർട്ടഡ് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് റിവേഴ്സ് എന്ന് പറയുന്നത്. Changing phase involves transiting and 180 degree swinging. Most commonly used theodolite observation is face left and right swing. Temporary adjustments of theodolite: centering, leveling and elimination of parallax. Permanent adjustments എന്ന് പറയുമ്പോൾ vertical axis must be perpendicular to the Trunnion axis. Axis of plate level must be perpendicular to the vertical axis. Axis of altitude level must be parallel to the line of collimation. Line of collimation should coincide with the axis of telescope. Vertical circle must reach 0 when line of collimation is horizontal. Test to check if horizontal axis is made perpendicular to the vertical axis is Spire test. Best method to obtain angles when fine degree of accuracy is required is method of repetition. Method of repetition eliminates the following errors. Error due to eccentricity of vernier eliminated by taking both the vernier readings. Error due to inadjustment of line of collimation and Trunnion axis eliminated by taking both the face readings. Error due to inaccurate graduation eliminated by taking readings at different parts of the graduated circle. Error due to inaccurate bisection of object eliminated by taking multiple readings. ഇനി ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ 0 മെഷർ ചെയ്യില്ല. ദിസ് ടൈപ്പ് ഓഫ് എറർ ഇസ് നോൺ ആസ് ഇൻഡെക്സ് എറർ. When axis of upper plate and lower plate do not coincide, both the verniers do not differ by 180. This type of error is called as eccentricity error. Method for measuring angles of a group having common vertex point is method of reiteration or method of series or direction method. Measuring angles twice, one with telescope in normal condition and other in inverted condition, is known as double sighting or double centering. So surveying in which both vertical and horizontal distance can be determined by instrumental observations only is tachyometric surveying. Horizontal and vertical distances random instrumental observations which matram determine ചെയ്യുന്ന type of surveying ആണ് tachyometric survey. An ordinary transit theodolite fitted with stadia diaphragm is used in tachyometric surveying. Diaphragm of a stadia theodolite is fitted with 2 additional horizontal hairs. Cross hairs കൂടാതെ 2 additional horizontal hairs കൂടി ഉണ്ടായിരിക്കും. A transit theodolite fitted with stadia diaphragm and analytic lens is known as a tachyometer. Analytic lens കൂടി വരുമ്പോഴാണ് അതിന് tachyometer എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡ്സ് ഓഫ് tachyometric surveying ഉണ്ട്. സ്റ്റേഡിയ tachyometry ആൻഡ് ടാൻജൻഷ്യൽ tachyometry. സ്റ്റേഡിയ tachyometryയുടെ രണ്ട് ടൈപ്സ് ആണ് ഫിക്സ്ഡ് ഹെയർ മെത്തേഡ് ആൻഡ് മൂവബിൾ ഹെയർ മെത്തേഡ്. മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഹെയർ മെത്തേഡ്. മൂവബിൾ ഹെയർ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് ആസ് സബ്റ്റൻസ് മെത്തേഡ്. ഫിക്സ്ഡ് ഹെയർ ടാക്യോമെട്രി എന്ന് പറയുമ്പോൾ സ്റ്റേഡിയ ഹെയർസ് ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ കീപ്പ് ചെയ്യും. സ്റ്റാഫ് ഇൻ്റർവെൽ അല്ലെങ്കിൽ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആയിരിക്കും വേരി ചെയ്യുന്നത്. ആസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടാക്യോമീറ്റർ ആൻഡ് ദ സ്റ്റാഫ് ഇൻക്രീസസ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ബൈ ദ സ്റ്റേഡിയ ഹെയർ ഇൻക്രീസസ്. Intercept of a staff is maximum when the staff is truly normal to the line of sight. സ്റ്റാഫ് ലൈൻ ഓഫ് സൈറ്റിന് ട്രൂലി നോർമലായിട്ട് കീപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇൻ്റർസെപ്റ്റ് മാക്സിമം ആകുന്നത്. സ്റ്റാഫ് ഇൻ്റർവൽ ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റേഡിയ ഹെയർസ് ആൻഡ് മൂവബിൾ ഹെയർ മെത്തേഡ്. സോ ഈ മൂവബിൾ ഹെയർ മെത്തേഡിൽ സ്റ്റാഫ് ഇൻ്റർവലാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, സ്റ്റേഡിയ ഹെയർസിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. Tachyometer in which upper and lower stadia hairs are not present in tangential tachyometry or transit tachyometry. Substance bar is used for measuring horizontal distance in plane area.
Multiplying constant of a tachymeter is 100. For internal focusing telescope, additive constant is 0. Internal focusing telescope is also called as virtually analytic. ഇനി എക്സ്റ്റേണൽ ഫോക്കസിംഗ് ടെലിസ്കോപ്പിന് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അനലിറ്റിക് ലെൻസ് പ്രൊവൈഡ് ചെയ്യും. അനലിറ്റിക് ലെൻസ് ഇസ് എ ഡബിൾ കോൺവെക്സ് ലെൻസ്. Tangent clinometer is used to determine difference in elevation between 2 points. Range finder is used to establish right angles. Standard accuracy of tachymetric survey is 1 in 1000. ഇനി ടാക്യുമെട്രിയിൽ വരുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. 3 കേസസ് ഉണ്ട്. ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഉള്ള കേസ് D is equal to KS plus C. ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണ് ആൻഡ് സ്റ്റാഫ് ഇസ് ഹെൽഡ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഇൻക്ലൈൻഡ് ആൻഡ് സ്റ്റാഫ് ഇസ് ഹെൽഡ് നോർമൽ ടു ദ ലൈൻ ഓഫ് സൈറ്റ്. അഗെയിൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് ടു ബി സേഫ്. ഓക്കെ, ഇനി കെ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ടാക്യോമീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ ഐ, വെർ എഫ് ഇസ് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റേഡിയ ഹെയർസ്. സി എന്ന് പറയുന്നത് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ടാക്യോമീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി, വെർ ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഇനി ടാൻജൻഷ്യൽ ടാക്യോമെട്രിയിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് വെൻ ബോത്ത് ദ ഒബ്സർവ്ഡ് ആംഗിൾസ് ആർ ആംഗിൾസ് ഓഫ് എലിവേഷൻ. സെക്കൻഡ് കേസ് വെൻ ബോത്ത് ദ ആംഗിൾസ് ആർ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ. തേർഡ് കേസ് വൺ ആംഗിൾ ഇസ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ദി അതർ ഇസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. സോ ഇക്വേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾ സൈൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ തീറ്റ പോസിറ്റീവും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തീറ്റ നെഗറ്റീവും ആണ്. ഓക്കെ, സോ ടാക്യോമെട്രി കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്നുള്ള ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഇസ് പ്ലാനിമീറ്റർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്ലാനിമീറ്റർ ഇസ് ആംസ്ലർ പോളാർ പ്ലാനിമീറ്റർ. ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഹെറൻസ് ഫോർമുല ഗിവൻ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് s into s minus a into s minus b into s minus c, where s is the semi perimeter and abc are sides of the triangle. In the trapezoidal rule, boundaries between the ends of ordinates are assumed to be straight. Area between offsets in trapezoidal rule is assumed as a trapezoid. Trapezoidal rule വെച്ചിട്ട് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് area is equal to distance between the ordinates divided by 2 into sum of the first and last ordinate plus 2 times sum of the other ordinates. Okay. In Simpson's rule, boundary between the extremities is assumed to be parabolic. Simpson's rule can be used only when the ordinates are odd. Area enclosed in a parabolic segment in Simpson's rule is 2/3 of a rectangular area. Area based on Simpson's rule is given by the common distance d divided by 3 into sum of the first and last ordinates plus 4 times sum of even ordinates plus 2 times sum of odd ordinates. For determination of area of a figure bounded by straight lines, the figure is generally converted into a network of triangles. Straight lines bound ചെയ്തിട്ടുള്ള ഒരു ഫിഗറിൻ്റെ ഏരിയ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ആ ഏരിയനെ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോളിയം കണ്ടുപിടിക്കാനായിട്ട് 2 റൂൾസ് ഉണ്ട്. ട്രപ്പസോഡൽ റൂൾ ആൻഡ് പ്രിസ്മോയിഡൽ റൂൾ. ട്രപ്പസോഡൽ റൂളിൽ v is equal to d by 2 into first and last area plus 2 times sum of the other areas. Prismoidal rule v is equal to d by 3 into first and last area plus 4 times sum of the even areas plus 2 times sum of the odd areas. Difference between the volume calculated by trapezoidal formula and Simpson's formula is called as prismoidal correction. സോ ഹൊറിസോണ്ടൽ കർവ്സ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഡയറക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കർവ്സ് ആണ് ഹൊറിസോണ്ടൽ കർവ്സ്. ടൈപ്സ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്സ് സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്സ് ആൻഡ് ഡീവിയേഷൻ കർവ്സ്. സിമ്പിൾ കർവ്സ് എന്ന് പറയുമ്പോൾ കർവ് ദറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ ടാൻജൻഷ്യൽ ടു ബോത്ത് ദ സ്ട്രെയിറ്റ് ലൈൻസ്. 2 സ്ട്രെയിറ്റ് ലൈൻസിനും ടാൻജൻഷ്യൽ ആയിട്ട് ഒരു സിംഗിൾ ആർക്കായിരിക്കും സിമ്പിൾ കർവിൽ. Compound curves എന്ന് പറയുമ്പോൾ curve that consist of 2 or more simple arcs of different radii that turn in the same direction and their centers lie on the same side of the curve. So എല്ലാ key pointsഉം നോക്കി വയ്ക്കുക. Compound curves consist of 2 or more simple arcs of different radii
they turn in the same direction, their centers lie on the same side of the curve. Reverse curves എന്ന് പറയുമ്പോൾ curves made up of two arcs having same or different radii bending in opposite directions with respect to a common tangent and their centers lie on different sides of the curve. So reverse curvesൽ two arcs ഒന്നെങ്കിൽ സെയിം റേഡിയസ് ആകാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഡിയസ് ആകാം. ദേ ബെൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, സെൻറ്റേഴ്സ് ലൈ ഇൻ ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ദ കർവ്. Okay, reverse curves are also known as serpentine curves. Combination of two or more reverse curves used to avoid intervening obstructions such as building is deviation curves. So എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ റിവേഴ്സ് കർവ്സിൻ്റെ കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യും. Such curves are called as deviation curves. ഇനി വേർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത് വേർട്ടിക്കൽ പ്ലെയിനിൽ ഒരു ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഗ്രേഡിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കർവ്സ് ആണ് വേർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത്. ടു ടൈപ്സ് ഉണ്ട്, സമ്മിറ്റ് കർവ് ആൻഡ് വാലി കർവ്. സമ്മിറ്റ് കർവ് എന്ന് പറയുമ്പോൾ ടു ഗ്രേഡ്സ് മീറ്റ് അറ്റ് ദ സമ്മിറ്റ് ആൻഡ് ദ കർവ് വിൽ ഹാവ് എ കോൺവെക്സിറ്റി അപ്വേർഡ്സ്. വാലി കർവ് ഓർ സാഗ് കർവ് എന്ന് പറയുമ്പോൾ വെൻ ടു ഗ്രേഡ്സ് മീറ്റ് അറ്റ് ദ വാലി ആൻഡ് ദ കർവ് വിൽ ഹാവ് എ കോൺവെക്സിറ്റി ഡൗൺവേർഡ്സ്. ട്രാൻസിഷൻ ഓർ ഈസ്മെൻറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു നോൺ സർക്കുലാർ കർവാണ്. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് സർക്കുലാർ കർവിലോട്ടുള്ളൊരു ട്രാൻസിഷൻ ഈസി ആക്കാനായിട്ട് ഒരു വേരിയിങ് റേഡിയസ് ഉള്ളൊരു നോൺ സർക്കുലാർ കർവ് പ്രൊവൈഡ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് കർവ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഓർ ഈസ്മെൻറ്റ് കർവ്സ് എന്ന് പറയുന്നത്. ഐഡിയൽ ട്രാൻസിഷൻ കർവ് ആസ് പെർ IRC is a spiral curve. ഇനി കർവ്സിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഫസ്റ്റ് വൺ, പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ദ കർവ് ആണ്. അതായത് ടാൻജൻറ്റിൽ നിന്ന് കർവിലോട്ട് അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ്, അതിനെയാണ് പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. പോയിൻ്റ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ കർവ് ആണ്. അതായത് കർവിൽ നിന്ന് ടാൻജൻറ്റിലോട്ട് അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു എൻഡ് പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. Tangent drawn at the point of curve is called as back tangent, first tangent or rear tangent, and tangent drawn at the point of tangency is called as forward tangent or the second tangent. രണ്ട് ടാൻജൻസിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആണ് വേർട്ടെക്സ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് കർവും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ടാൻജൻസിയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലോങ് കോഡ് എന്ന് പറയുന്നത് രണ്ട് ടാൻജൻറ്റ് പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ്. കർവിൻ്റെ മിഡ് പോയിൻറ്റിനെയാണ് നമ്മൾ അപ്പെക്സ് ഓർ സമ്മിറ്റ് എന്ന് പറയുന്നത്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും അപ്പെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പെക്സ് ഡിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ്. അപ്പെക്സും ലോങ് കോഡിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മിഡ് ഓർഡിനേറ്റ് അല്ലെങ്കിൽ വെസൈൻ ഓഫ് ദ കർവ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കർവ് ബൈ ദ ആർക്ക്. Angle by which the forward tangent deflects from the backward tangent is deflection angle or deviation angle. Angle between the back tangent and the forward tangent is angle of intersection. Central angle deflection angle numerically equal ആയിരിക്കും. Deflection angle plus angle of intersection will be 180 degree. Curved distance between the two tangent points is called as the length of the curve. ഇനി നോർമൽ കോഡ് അല്ലെങ്കിൽ ഫുൾ കോഡ് എന്ന് പറയുന്നത് ഒരു ചെയിൻ ലെങ്ത് ദൂരത്തിൽ കർവിലുള്ള രണ്ട് സ്റ്റേഷൻസ് ജോയിൻ ചെയ്യുന്ന ഒരു കോഡിനെയാണ് നമ്മൾ നോർമൽ കർവ് അല്ലെങ്കിൽ ഫുൾ കോഡ് എന്ന് പറയുന്നത്. നോർമൽ കോഡിനെക്കാട്ടിയും ഷോർട്ടർ ആയിട്ടുള്ള കോഡ്സിനെയാണ് നമ്മൾ സബ് കോഡ്സ് എന്ന് പറയുന്നത്. ഇനി കർവ്സിൽ വരുന്ന ഇക്വേഷൻസ് ആണ്, എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ടാൻജൻറ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ T is equal to R tan I/2, R is radius and I is the deflection angle. നിങ്ങൾ പഠിച്ച നൊട്ടേഷൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആകരുത്. ലോങ് കോഡിൻ്റെ ഇക്വേഷൻ L is equal to 2R sin I/2, എക്സ്റ്റേണൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R sec I/2 minus 1, മിഡ് ഓർഡിനേറ്റിൻ്റെ ഇക്വേഷൻ R into 1 minus cos I/2 and length of the curve R into I. I is in radians. ഡിഗ്രി ഓഫ് കർവ്സ് എന്ന് പറയുമ്പോൾ ഒരു 30 മീറ്റർ ലെങ്ത്തുള്ള ആർക്ക് അല്ലെങ്കിൽ കോഡ് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. റേഡിയസും ഡിഗ്രി ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ രണ്ട് കേസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ലെങ്ത് 100 ഫീറ്റ് ആകുമ്പോൾ റേഡിയസ് is equal to 5729 divided by D and സ്റ്റാൻഡേർഡ് ലെങ്ത് 30 മീറ്റർ ആകുമ്പോൾ റേഡിയസ് is equal to 1719 divided by D. Smaller the radius, higher will be the degree of curvature and thereby higher will be the sharpness of the curve. Curves set out assuming a round value of radius is even radius curves and curves set out assuming an even value of degree of curvature is even degree curves.
Curves are set out by linear methods or angular methods. Linear methods നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് കർവ്സിൻ്റെ കേസിലാണ് where high accuracy is not needed. Linear method includes by successive bisection, by offset from the tangent, by offset from the long chord. Angular methods include Rankine's method, two-theodolite method, tachymetric method. Length of peg intervals for flat curves is 30 meters. When the curve has to be set out on uneven ground, either theodolite method or tachymetric method is used. Two-theodolite method of setting out curves involves angular measurements only. In tachymetric method of setting out curve, no chain or tape is used. KWDA Overseer Grade 2, Grade 3 mock test series നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മെക്കാനിക്കൽ പോർഷൻസും സിവിൽ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ സർവേയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാക്സിമം പോയിൻറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ബാക്കി സബ്ജക്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ടു വാച്ച് ഓൾ ദ വീഡിയോസ് ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ദിസ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് സപ്പോർട്ടിങ്, കീപ് ലേണിംഗ് ആൻഡ് സ്റ്റേ സേഫ്.